ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, സന്നദ്ധ സംഘടനകൾ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ വീട് വെച്ചു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് പാർട്ടി 107 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. നമ്മുടെ നെല്ലിമാള അടുത്ത്, മുക്കംകുന്ന് അടുത്ത്, മേപ്പാടി പഞ്ചായത്തിലെ തന്നെ. അവിടെയുള്ള ഭൂമിക്ക് ചില വിഷയങ്ങൾ പറയുന്നു. ഇത് ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള 107 പേരുടെ സ്വപ്നങ്ങളാണ് ഈ നീണ്ടു പോകുന്നത്. അവർക്കൊരു സുരക്ഷിതമായി കഴിയുക എന്നുള്ള അവരുടെ സ്വപ്നങ്ങൾ നീണ്ടു പോവുകയാണ്. അവരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളും അത് നിയമക്കുരുക്കിൽപ്പെട്ട് നീണ്ടു പോവുകയാണ്. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇതിന് പിറകിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതിന് ബാധ്യസ്ഥരല്ല. മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന വീടായാലും, സേവാഭാരതി വെച്ചു കൊടുക്കുന്ന വീടായാലും, അതുപോലെ ഫിലോക്കാലിയ വെച്ചു കൊടുക്കുന്ന വീടായാലും ദുരന്തബാധിതർക്കുള്ളതാണ്. അതിന് വരുന്ന നിയമപ്രശ്നങ്ങൾ ഗവൺമെന്റ് അനുഭാവപൂർവം ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഭൂമിയിലെ നിയമപ്രശ്നങ്ങൾ മാറ്റാനുള്ള നടപടി എടുക്കണം. ഈ 11 ഏക്കറിൽ KLRന്റെ ഭൂമി പ്രശ്നം, KLRന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ലോസിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ദുരന്തബാധിതരോടുള്ള ഒരു ദയാവായ്പായി കണ്ടുകൊണ്ട് ഗവൺമെന്റ് അതിലുള്ള നിയമപ്രശ്നങ്ങൾ മാറ്റിയെടുക്കണം. മറ്റ് കാര്യങ്ങൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അതത് സംഘടനകളാണ്. അതിലുള്ള രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ സംഘടനാപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഈ ഒരു കാര്യത്തിൽ, മുസ്ലിം ലീഗിന്റെ ഈ ഭൂമിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കരുത്. അനുഭാവപൂർവ്വം അതിലുള്ള പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ജനശബ്ദം ആക്ഷൻ കൗൺസിൽ പറയാനുള്ളത്.